ഏറ്റുമാനൂർ നഗരസഭാ ഓഫീസ് മന്ദിരം പുതിയ കെട്ടിടത്തിലേക്ക്. പഴയ ഗ്രാമപഞ്ചായത്ത് ഓഫീസ് സ്ഥിതി ചെയ്തിരുന്ന സ്ഥലത്ത് പുതുതായി നിർമ്മിച്ച നഗരസഭാ മന്ദിരത്തിന്റെ ഉദ്ഘാടനം ഒക്ടോബർ 25 ശനിയാഴ്ച രാവിലെ 10 മണിക്ക് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം.പി. രാജേഷ് നിർവഹിക്കും. യോഗത്തിൽ മന്ത്രി വി.എൻ. വാസവൻ അധ്യക്ഷത വഹിക്കും. നഗരസഭാ അധ്യക്ഷൻ ലവ്ലി ജോർജ്, ഫ്രാൻസിസ് ജോർജ് എം.പി., ജോസ് കെ മാണി എം.പി., തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം.എൽ.എ, നഗരസഭാ കൗൺസിലർമാർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുക്കും. സർക്കാർ അനുവദിച്ച 3 കോടി രൂപയും നഗരസഭയുടെ തനത് ഫണ്ടിൽ നിന്നും 2.5 കോടിയോളം രൂപയും ചെലവഴിച്ചാണ് പുതിയ ഓഫീസ് മന്ദിരം നിർമ്മിച്ചത്. ഏറ്റുമാനൂർ നഗരസഭയുടെ മുനിസിപ്പൽ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ഒക്ടോബർ 25-ാം തീയതി 9:00-ക്ക് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം.പി. രാജേഷ് ഉദ്ഘാടനം ചെയ്തു. മന്ത്രിമാരായ വി.എൻ. വാസവൻ അവറുകൾ, എം.പിമാരായ ജോസ് കെ മാണി, ഫ്രാൻസിസ് ജോർജ്, എം.എൽ.എ ആയ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അടക്കം നഗരസഭാ കൗൺസിലർ, മറ്റ് പ്രമുഖ വ്യക്തിത്വങ്ങൾ എല്ലാവരുടെയും മന്ത്രി സാന്നിധ്യത്തിൽ നഗരസഭാ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം നടത്തപ്പെടുകയാണ്. നഗരസഭാ കെട്ടിടത്തിൻ്റെ ഗവൺമെൻറ്റിൻ്റെ ഫണ്ടായിട്ട് 3 കോടി രൂപയും നഗരസഭാ ഫണ്ട് തനത് ഫണ്ട് 2 കോടിയിലധികം 2 കോടിയിലധികം തുകയുടെ മുടക്കിയാണ് നമ്മുടെ കെട്ടിടത്തിൻ്റെ പണി പൂർത്തീകരിക്കുന്നത്. ഏറ്റുമാനൂർ നഗരസഭയുടെ പുതിയ ഓഫീസ് കെട്ടിടം 2015 രൂപം കൊണ്ട നഗരസഭയാണ്. ഒരു പുതിയ ഓഫീസ് കെട്ടിടം നിർമ്മിക്കണമെന്നുള്ള ഭരണസമിതിയുടെ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് ഏകദേശം 5 കോടിയോളം രൂപ വകയിരുത്തി നമ്മളൊരു ഓഫീസ് കെട്ടിടം പൂർത്തീകരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് ഒരു കോൺഫറൻസ് ഹാള്, മിനി കോൺഫറൻസ് ഹാള്, അതുപോലെ തന്നെ എല്ലാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർക്കും അവരവർക്ക് പ്രത്യേകം റൂമുകൾ, ഒരു ഫ്രണ്ട് ഓഫീസ് സംവിധാനം, സേവനത്തിനായിട്ട് എത്തിച്ചേരുന്ന ജനങ്ങൾക്ക് വിശ്രമിക്കാനുള്ള സൗകര്യം, അതുപോലെ തന്നെ ഓരോ സെക്ഷനും, അതായത് ആരോഗ്യ വിഭാഗം, എഞ്ചിനീയറിംഗ് വിഭാഗം, അതുപോലെ തന്നെ മറ്റ് റവന്യൂ വിഭാഗം, ഓരോന്നിനും പ്രത്യേകം സഫീഷ്യൻ്റായിട്ടുള്ള സ്ഥലം കൊടുത്തുകൊണ്ടുള്ള രീതിയിലാണ് ഈ കെട്ടിട നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ളത്. കൂടാതെ ഇവിടെ എത്തുന്ന ഭിന്നശേഷിയുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവർക്കുള്ള സഹായം എന്നുള്ള രീതിയിൽ നമ്മളൊരു ലിഫ്റ്റും സംവിധാനവും ഈ നമ്മുടെ പുതിയ കെട്ടിടത്തിൽ ഏർപ്പെടുത്തുന്നുണ്ട്. അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പുവരുത്തിയ പുതിയ മന്ദിരത്തിൽ കോൺഫറൻസ് ഹാൾ, മിനി കോൺഫറൻസ് ഹാൾ, ഭിന്നശേഷിക്കാർക്ക് ലിഫ്റ്റ് സൗകര്യം എന്നിവയും ക്രമപ്പെടുത്തിയിട്ടുണ്ട്. 2015 രൂപീകൃതമായ ഏറ്റുമാനൂർ നഗരസഭയുടെ ഓഫീസ് നിലവിൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് എതിർവശം മത്സ്യ മാർക്കറ്റിനോട് ചേർന്നാണ് പരിമിതമായ സൗകര്യങ്ങളിൽ പ്രവർത്തിക്കുന്നത്.